ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മളൊരു ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയ്ക്ക് എന്താണോ മാറ്റങ്ങൾ അതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൽ മൂന്നാമത്തതാണ് ബോഡി ഫാറ്റ്. ബോഡി ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നതാണ്. ഇത് രണ്ട് തരത്തിലുണ്ട്. വിസറൽ ഫാറ്റ് ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ട്. വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്തരിക അവയവത്തിനകത്ത്, ഇപ്പോൾ ഹൃദയം, കരൾ, വൃക്കകൾ തുടങ്ങി ആന്തരിക അവയവത്തിൻ്റെ അകത്ത് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകളാണ് വിസറൽ ഫാറ്റ്. ഇനി ഇതുകൊണ്ട് 32ഓളം അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ വിചാരിക്കും ഇപ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന്. പക്ഷേ ഈ കൊഴുപ്പുകൾ അടിയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പം നമ്മളിത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ തൊലിക്കടിയിൽ അടിഞ്ഞുകൂടുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വെയിറ്റ് കൂടാനായിട്ടിത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ രണ്ട് കൊഴുപ്പിനെയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കാനായിട്ടുള്ള ഓർഗാനിക് ഐറ്റങ്ങൾ, ഫുഡ് സപ്ലിമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം അവിടെ മാറിക്കിട്ടാനായിട്ട് സാധിക്കും. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മധുരവും അന്നജവും അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക, ദിവസം കൃത്യമായി വ്യായാമം ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുകയും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ബോഡി ഫാറ്റിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ്, നല്ല കൊഴുപ്പുമുണ്ട്, ചീത്ത കൊഴുപ്പുമുണ്ട്. അപ്പോൾ ഈ നല്ല കൊഴുപ്പിൻ്റെ അംശം കുറവാണ് എങ്കിൽ അത് നമുക്ക് ഭക്ഷണത്തിൽ ഒമേഗ 3 ഒക്കെ ഉൾപ്പെടുത്തി, ഫ്ലാക്സ് ഓയിലോ അല്ലെങ്കിൽ ഒമേഗ 3 സെപ്പറേറ്റ് ഉണ്ട്, ഇതൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കൊഴുപ്പിൻ്റെ അളവ് ശരീരത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തു പോകാം. ഇനി നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊഴുപ്പിൻ്റെ അളവാണ് കൂടുതൽ എങ്കിൽ നമുക്കതിനുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൽ ഒന്നാമത് പറയുന്നത് ഫാറ്റ് ബർണർ ക്യാപ്സ്യൂൾ ഉണ്ട്. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിക്സും ഉണ്ട്, ക്യാപ്സ്യൂളും ഉണ്ട്. അപ്പോൾ പ്രീമിക്സിൽ പറഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, കൊടംപുളി, കടുക്ക ഇതിൻ്റെയൊക്കെ എസൻസുകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ചീത്ത കൊഴുപ്പിൻ്റെ ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇത് നമ്മൾ രാവിലെ ഒരു 7:30 കഴിച്ച് നമ്മുടെ ശരീരം വേർക്കത്തക്ക രീതിയിൽ ഒരു എക്സർസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ കഴിച്ചതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പുകൾ അവിടെ എനർജിയാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ ഫാറ്റ് ബർണർ പ്രീമിക്സ് ഉണ്ട്. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചായയ്ക്ക് പകരം നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ തന്നെ അവിടെ കലോറി നമ്മുടെ ശരീരത്തിലോട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കലോറി കൂടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് എനർജിയായി കിട്ടിയാൽ മതിയല്ലോ. നമ്മളിപ്പോൾ ചായ കുടിക്കുന്നത് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കുന്ന സമയം അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു പ്രീമിക്സ്, ഒരു സാഷേ പാക്കറ്റ് ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് വീണ്ടും അവിടെ എനർജിയായി കിട്ടും. നമുക്ക് ഉഷാറാകുകയും ചെയ്യും. ചായ കുടിക്കുന്ന കലോറി അവിടെ വരുമില്ല. നിലവിലുള്ള അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് എനർജി ആകുകയും ചെയ്യും. അപ്പോൾ ഈ പ്രീമിക്സിൽ അതേപോലെ ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, ഇഞ്ചി, കുരുമുളക്, കൊടംപുളി ഇതിൻ്റെയൊക്കെ എസൻസ് തന്നെയാണ്. അപ്പം നമുക്ക് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ നമുക്ക് നിലവിലുള്ള നമ്മുടെ ഫാറ്റിനെ കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. ഇനി നല്ല കൊഴുപ്പല്ല എങ്കിൽ അവിടെ നമുക്ക് അതിനുള്ള സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ച് റെഡിയാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഫാറ്റ്, ബോഡി ഫാറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കറക്റ്റാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.